ഹലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇത്. കണ്ട, ജിദ്ദയിലാണ്. മണി ഇപ്പോൾ 6 മണി കഴിഞ്ഞു. 6:10 ഇവിടെ ഏറ്റവും വലിയ പൊടിക്കാറ്റും അത് ഇതുമായിട്ട് വരുന്നു. കണ്ട, റോഡുകളൊന്നും കാണാൻ വയ്യ, ലൈറ്റുകളെല്ലാം ഓണാണ്. ഭയങ്കര പൊടിപടലമാണ്. അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം മഴ. 22 മുതൽ നാളെ തൊട്ട് മഴയെന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നോട്ട് തന്നെ. ഇന്ന് തീയതി 22 അല്ലേ? അപ്പോൾ 3 ദിവസത്തെ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇവിടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അപ്പോൾ ഞങ്ങൾക്കെല്ലാം മെസ്സേജ് വന്നിട്ടുണ്ട് മൊബൈലിൽ. ഇപ്പോൾ കണ്ട, ഭയങ്കരമായ പൊടിക്കാറ്റാണ്. ഈ പൊടിക്കാറ്റ് കഴിയുമ്പോഴും മിക്കവാറും ഭയങ്കരമായിട്ട് മഴ പെയ്യും. തായിഫ്, ജിദ്ദ, മക്ക ഏരിയയിലാണ് മഴയ്ക്ക് സാധ്യതയെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും മഴ ഉടനെ പെയ്യാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാവരും വീടുകളിൽ ഇരിക്കുന്നതാണ് നല്ലത്. വണ്ടികളുമായിട്ട് ആരും പുറത്തിറങ്ങാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഓക്കെ, അപ്പം ഞാനും വീട്ടിൽ പോകണം. ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിയതാണ് പുറത്ത്. ഇനി റോഡിലോട്ട് വല്ലതും പോയാൽ ചിലപ്പോൾ നമ്മളെ വണ്ടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പാറിപ്പറന്ന് വന്ന് തട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും കഴിയുന്നത്ര വീടുകളിൽ ഒതുങ്ങിക്കൂടണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഞാൻ വീട്ടിൽ പോകണം. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങളെല്ലാം? ഇത് കാണുന്നുണ്ടല്ലോ എല്ലാവരും. എന്താ പൊടിക്കാറ്റാണ്. ആളുകളൊക്കെ നിന്നാൽ, ഈ റോഡിൽ നിന്നാൽ ചിലപ്പോൾ അടിച്ചെടുത്തോണ്ട് പോകും. അത്ര കാറ്റാണ്. വേറെ റോഡുകളെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ. പൊടിപടലങ്ങളാണ്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ബിൽഡിങ്ങുകൾ പോലും കാണാൻ കഴിയുന്നില്ല നമുക്ക്. അപ്പോൾ ഇത് ഇപ്പം ഇത്ര ഈ കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഴ ഉണ്ടാവുമെന്ന് പ്രവചിക്കുന്നത്. എന്തായാലും ശരി, കാത്തിരുന്ന് കാണാം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇത് എത്തിക്കണമെന്ന് കണക്കാക്കിയാണ് ഇത് വീഡിയോ ചെയ്ത് പിന്നെ റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാവരും കാണട്ടെ എന്ന് കരുതിയാണ്. മരങ്ങളെല്ലാം നല്ല കാറ്റിപ്പോൾ ഒരല്പം ശമിച്ചതുപോലെയുണ്ട്. പക്ഷേ പൊടിപടലം അങ്ങനെ ഉണ്ട്. വാഹനം ഓടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെയെല്ലാം ക്യാമറ ഉണ്ടെങ്കിൽ, കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിന് വേറെ പെനാൽറ്റി വരും. എന്തായാലും ശരി, നല്ലതുപോലെ ഒരു മഴ പെയ്താൽ ഈ ചൂടിന് ഒരല്പം ശമനം ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഭയങ്കരമായ ചൂടാണ്. പുറത്തിറങ്ങാൻ ഒക്കാത്ത രീതിയിൽ ചൂടാണ്. മനുഷ്യരെല്ലാം നടന്നു പോകുന്നവരും കൂലിവേല ചെയ്യുന്നവരും ഒക്കെ വിയർത്ത് ഒലിച്ച് ഇങ്ങനെ നനഞ്ഞാണ് ഷർട്ടുകളും അവരവരുടെ ഡ്രസ്സുകളും നനഞ്ഞാണ് ആളുകൾ പോകുന്നത്. പിന്നെ AC ഉള്ള വണ്ടിയിലാണെങ്കിൽ സുഖമായിട്ട് പോകാം ആളുകൾക്ക്. AC ഇല്ലാത്ത പുറത്ത് പണി ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. കൂലിവേല ചെയ്യുന്നവർ വളരെയധികം ബുദ്ധിമുട്ടാണ് അവരുടെയൊക്കെ ജീവിതങ്ങൾ. നാട്ടിലുള്ള ആൾക്കാർക്ക് ഇതുവല്ലതും അറിയണം. മക്കൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള പിന്നെ ആയിരുന്നാലും ആഹാരത്തിനുള്ള ആയിരുന്നാലും ചെലവുകൾ ഏതെല്ലാം രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രവാസികളായ ഇന്ത്യക്കാരായാലും പാകിസ്ഥാനികളായാലും ബംഗാളികളായാലും ആരായാലും പണി ചെയ്താലല്ലേ ഒക്കോളൂ. ജോലി ചെയ്ത് വീട്ടിൽ അധ്വാനിച്ച് പൈസ അയക്കുമ്പോൾ അവരൊക്കെ നന്ദി കാണിക്കണം ആ മനുഷ്യനോട്. പൈസ അയക്കുന്ന അയാൾ എന്തുമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ചൂട് കൊണ്ട് ആണ് പൈസ അയക്കുന്നതെന്നുള്ള ഒരു ബോധം മക്കൾക്കായിരുന്നാലും ഭാര്യമാർക്കായിരുന്നാലും ഉണ്ടാവണം. ഓക്കെ, എല്ലാം സർവശക്തനിൽ അർപ്പിച്ചുകൊണ്ട് ഇവിടെ അവരുടെ ജീവിതം ഹോമിക്കുകയാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ. നിങ്ങളെല്ലാം വളരെയധികം നന്ദിയുള്ളവരായിരിക്കണം മാതാപിതാക്കളുടെ അടുത്ത്. അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾക്ക് വേണ്ടി പടച്ചവൻ്റെ ഭവനങ്ങളിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പോയിരുന്നവർ നമസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതുപോലെ നിങ്ങളെല്ലാം ആ പിതാവിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, തൽക്കാലം വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.